സാറേ, ജമ്മു കാശ്മീരിൽ തീവ്രവാദികളെ തുരത്തുന്നതിന് വേണ്ടിയിട്ട് അവിടുത്തെ തദ്ദേശീയരായിട്ടുള്ള യുവാക്കളുടെ ഒരു സേന രൂപീകരിക്കുകയാണ്. അതിൻ്റെ പേര് വില്ലേജ് ഡിഫൻസ് ഗാർഡ് എന്നാണ്. നുഴഞ്ഞുകയറ്റക്കാരെ തടയുക, അതാണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. കാരണം അവിടുത്തെ യുവാക്കളുടെ സേവനം കൂടെ ഇതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, കാരണം അവർക്കാകുമ്പോൾ പല പ്രദേശങ്ങളും പ്രാദേശികമായിട്ടുള്ള ചില പ്രദേശങ്ങൾ അവർക്ക് കൃത്യമായി അറിയാം. അപ്പോൾ ആ അറിയാവുന്ന ആ ഒരു ഘടകം പ്രധാനപ്പെട്ട ഒന്നാണല്ലോ. അപ്പോൾ അതുകൂടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പുതിയ നീക്കമാണ്. ഇതുവരെ 590 യുവാക്കൾക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് പരിശീലനം കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇതൊരു നേരത്തെയും ഇതുപോലെ ചെയ്തിട്ടുണ്ട്, എന്നാലും പ്രധാനപ്പെട്ട ഒരു നീക്കമായിട്ട് നമുക്കിത് കണ്ടുകൂടെ. പിന്നെ തദ്ദേശീയരെ കൂടി തീവ്രവാദികളെ നേരിടുന്നതിൻ്റെ ഭാഗമാക്കുന്നു എന്നുള്ളത്. ഇത് ഇന്ത്യയിൽ പുതിയ കാര്യമൊന്നുമല്ല. ഇത് ആദ്യം തുടങ്ങിയ ഛത്തീസ്ഗഡിലാണ്. അവിടുത്തെ കോൺഗ്രസ് ഗവൺമെൻറ് മാവോയിസ്റ്റുകൾക്കെതിരെ സാൽവ ജുദും എന്ന പേരിൽ ഗ്രാമീണവാസികളെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു മിലിറ്റന്റ് ഓർഗനൈസേഷൻ, മിലിറ്റന്റ് എന്ന് പറയുക ആംഡ് റെസിസ്റ്റൻസ് ഫോഴ്സിന് അവർ രൂപം നൽകിയിരുന്നു. അപ്പോൾ അവിടെ മാവോയിസ്റ്റുകളെ ഒരു പരിധി വരെ കട്ടയിൽ ചെയ്യാൻ അതുകൊണ്ട് പറ്റിയിട്ടുണ്ട്. പക്ഷെ അതിന്റെ പ്രശ്നം വെച്ചാൽ ഇവര് പിന്നെ ഒരു ഗുണ്ടകളായി, ഇവര് തട്ടിക്കൊണ്ടുപോലെ റേപ്പ്, ഇവര് തന്നെ വലിയ തലവേദനയായി മാറി. പക്ഷേ മാറി വന്ന കോൺഗ്രസ് ഗവൺമെന്റോ ആണെങ്കിലും BJP ഗവൺമെന്റ് ആണെങ്കിൽ ഇവരെ പൂർണ്ണമായും കൈവഴിഞ്ഞിട്ടില്ല. ഇവന്മാർ വല്ലവരും പിന്നെ ഇതിന്റെയൊക്കെ ലോക്കൽ നേതാക്കന്മാരൊക്കെ ആയി ഒരു സംഭവമായി മാറി. അപ്പൊ പിന്നെ ഈ ബോംബെ ഭീകരാക്രമണം കഴിഞ്ഞതിന് ശേഷം അന്ന് ഈ പറഞ്ഞ മിലിറ്റൻസ് വന്നതിനെ പറ്റി വിവരം കൊടുത്തത് ഈ ഫിഷർമെൻ ആണ്, അവിടെയുള്ള മുക്കുവരാണ്. അപ്പോൾ ഇവരെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ഇത്തരം വിജിലന്റ് ഗ്രൂപ്പുകളെ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം അന്ന് നടത്തിയിരുന്നു. ഏതായാലും അതിനുശേഷം ബോംബെയിൽ അങ്ങനെയുള്ള ഭീകരാക്രമണം നടന്നിട്ടില്ല. ആ ഗ്രൂപ്പ് ഇപ്പോൾ സജീവമാണെന്ന് എനിക്കറിയില്ല. അപ്പം ഈ ആശയം ഇന്ത്യയിൽ ഓൾറെഡി ഇംപ്ലിമെന്റ് ചെയ്താണ് പല സ്ഥലത്തും. ചില സ്ഥലത്തൊക്കെ അത് പിന്നെ തിരിച്ചടിച്ചിട്ടുണ്ട്, ബൂമറാങ് ചെയ്തിട്ടുണ്ട്. ബോംബെയിൽ അത് നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം പലപ്പോഴും പോലീസിന് എത്തിപ്പെടാൻ പറ്റാത്ത മേഖലകളിലൊക്കെ ഈ മത്സ്യത്തൊഴിലാളികൾക്ക് എത്തിപ്പെടാം, പുറംകടലിലൊക്കെ അവർക്ക് എത്തിപ്പെടാൻ പറ്റും. ഈ ജമ്മു താഴ്വരയിൽ ഇത് മുമ്പ് നടപ്പാക്കിയിട്ടുണ്ട്. ജമ്മു താഴ്വര മുമ്പ് നടപ്പിലാക്കിയിരുന്നു. പക്ഷെ അത് ആ രീതിയിൽ ഈ പലരും ഡബിൾ ഏജന്റുമാരായിട്ട് വർക്ക് ചെയ്തു. പോലീസിന് ഇൻഫർമേഷൻ അങ്ങോട്ട് കൊടുക്കും, അല്ലെങ്കിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇൻഫർമേഷൻ തന്നില്ലെങ്കിൽ തീവ്രവാദികൾ വെടിവെച്ചു കൊല്ലും, ഇൻഫർമേഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ പോലീസുകാർ പിടിച്ച് കുമരിടിക്കും. ഇത് ഇവരുടെ അവസ്ഥയും കൂടി നമ്മൾ നോക്കണ്ടേ. അപ്പൊ ഇപ്പോൾ ഇനി അമിത്ഷാ പിന്നെ ഒരു കാര്യം നടപ്പിലാക്കുമ്പോൾ കൃത്യമായ ഒരു പ്ലാൻ ഹൗ വാട്ട് വയ്യൊക്കെ ആലോചിച്ചിട്ട് അങ്ങനെ ചെയ്യുള്ളൂ, വെറുതെ അങ്ങോട്ട് ഇംപ്ലിമെന്റ് ചെയ്യില്ല. അപ്പൊ അതിന് ഇവർക്കൊരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന രീതിയിലും കൂടുതൽ സിസ്റ്റമാറ്റിക് ആയിട്ട് അത് നടപ്പിലാക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാശ്മീരികളെ സംബന്ധിച്ചിടത്തോളം അവിടെ അവർക്ക് വേണ്ടത് സമാധാനമാണ്. ആ സമാധാനം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. സമാധാനക്കേട് ഉണ്ടാക്കുന്നത് ഇവർ തന്നെയാണ്, ആര് പാകിസ്ഥാനികളാണ്. അവിടെ മിലിറ്റൻസ് എന്നൊക്കെ പറഞ്ഞാൽ അവിടുത്തെ മൊത്തം ജനസംഖ്യയുടെ ഒരു 5% വരുന്നുള്ളൂ. പക്ഷേ ഈ മിലിറ്റൻസിനോട് ആഭിമുഖ്യമുള്ള ആളുകൾ മൊത്തം ജനസംഖ്യയുടെ 40% വരും. ഈ ആഭിമുഖ്യം ഉണ്ടാകുന്നത് ഇന്ത്യ അവരെ പീഡിപ്പിക്കുന്നു എന്നൊക്കെ ഉള്ളൊരു ഫീലായിരുന്നു. ഈ ഫീൽ ഉണ്ടാക്കിയത് ഒരു പാകിസ്ഥാന്റെ പ്രൊപ്പഗാൻഡായിരുന്നു. അവിടെയുള്ള 80കളിലെ 89 മറ്റോ അവിടെ നടന്ന ഇലക്ഷൻ കോൺഗ്രസ് റിഗ് ചെയ്തു. നാഷണൽ കോൺഫറൻസിനെ ഏൽപ്പിക്കാൻ വേണ്ടി കോൺഗ്രസ് റിഗ് ചെയ്തു. അതോടുകൂടി ഇന്ത്യയിൽ ഞങ്ങൾക്ക് പിന്നെ സ്വസ്ഥത കിട്ടില്ല, അല്ലെങ്കിൽ നമുക്ക് നീതി കിട്ടില്ല എന്നുള്ള ഫീൽ അവിടുത്തെ ഇടയിൽ ഉണ്ടാവുകയും അത് പാകിസ്ഥാൻ വളർത്തിക്കൊണ്ടുവരികയും ചെയ്തു. അതുകൊണ്ടാണ് 90s കൂടി BBC കാലം തൊട്ടാണ് ഇതങ്ങോട്ട് കൂടുന്നത്. അവിടെ സംഘർഷം, അവിടെ നമുക്ക് അന്ന് വേറൊരു അബദ്ധം പറ്റി. രാജീവ് ഗാന്ധി 90കളില് ഈ ബലൂചിസ്ഥാനിലെല്ലാം അവിടെ ടെററിസ്റ്റ് ഓർഗനൈസേഷനെ വളർത്തിക്കൊണ്ടുവന്നിരുന്നു. അപ്പൊ എന്ന് വെച്ചാൽ ഇവന്മാരുടെ ശ്രദ്ധ അങ്ങോട്ട് പോകും. ഈ BBC വന്നപ്പോൾ അതങ്ങ് നിർത്തി. അത് നിർത്തിയപ്പോൾ ഇവന്മാരെ മൊത്തം കോൺസെൻട്രേഷൻ ഇവിടെ ഫോക്കസ് ചെയ്തു. ഇത് ഇങ്ങനെയൊക്കെ ഒരുപാട് കാരണങ്ങൾ അതിന് പിന്നിലുണ്ട്. ഈ സോഷ്യലിസ്റ്റ് അധികാരത്തിൽ മൊറാർജി ദേശായി ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാന്റെ ഈ പിന്നെ ന്യൂക്ലിയർ പ്രൊജക്ടിനെ പറ്റി കൃത്യമായ വിവരം നമുക്ക് കിട്ടിയതാണ്. അപ്പൊ ഇന്ദിരാഗാന്ധി അന്ന് കാങ് ആയിരുന്നു IB-യുടെ റോയുടെ മറ്റേ ചീഫ്. പിന്നെ അപ്പം കാങ് ഇത് ഏറ്റവും ഡോവലിന്റെ അപ്പൂപ്പനാണ് അക്കാര്യത്തിൽ. അദ്ദേഹത്തിന്റെ ടീം അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അവർ കൃത്യമായിട്ട് പിന്നെ തെളിവ് സ്വീകരിച്ചു. ന്യൂക്ലിയർ വികിരണങ്ങളേറ്റ പട്ടാളക്കാരുടെ എയർ സാമ്പിൾ കളക്ട് ചെയ്തു. അപ്പൊ തെളിവോട് കൂടിയാണ് ഈ വിഷയം ഇവിടെ അവതരിപ്പിച്ചത്. നമുക്കത് ഇന്റർനാഷണൽ മീഡിയന്റെ മുന്നിലൊക്കെ അവതരിപ്പിച്ച പാകിസ്ഥാൻ ബോധം കിട്ടും, പാകിസ്ഥാനെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടായിരുന്നു. അന്ന് ഇസ്രായേലിന് ഇത് അറിയായിരുന്നു. അവർ പറഞ്ഞു ഞങ്ങൾ ബോംബിട്ടേക്കാം, ഞങ്ങൾ റീഫ്യൂവൽ ചെയ്ത് തന്നാൽ മതി. പക്ഷെ നമ്മളെ ആളുകൾ ചെയ്തില്ല. അപ്പം സംഭവം എന്തായി? അന്ന് തൽക്കാലം ഈ മൊറാർജി ദേശായി ഇത് ഞങ്ങളെ ഈ തെളിവുണ്ടെന്ന് വിളിച്ച് തന്നപ്പോൾ അവിടെയുള്ള ഇന്ത്യയുടെ ഏജന്റുമാരെ അവന്മാർ തെരഞ്ഞു പിടിച്ച് കൊന്നു. ഒന്ന്. രണ്ടാമത്തെ കാര്യം, കാങ്ങിനെ മാറ്റി. കാങ്ങിനെ അവിടെ നിന്ന് മാറ്റി വേറെ ചീഫായിക്കൊണ്ട് ഇന്റലിജൻസിൻ്റെ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പാകിസ്ഥാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇന്ത്യ, നമ്മളിപ്പോൾ വാജ്പേയിയുടെ കാലഘട്ടത്തിൽ പൊക്രാൻ സ്ഫോടനം നടത്തിയപ്പോൾ അവർക്ക് അതിന് കൗണ്ടറായിട്ട് സ്ഫോടനം നടത്താൻ പറ്റി. അന്ന് പൂർണ്ണമായി നശിപ്പിക്കാത്തതുകൊണ്ടാണ്. എന്നാൽ ഇസ്രായേൽ ഇത് ചെയ്തിട്ടുണ്ട്. ഇറാഖ് ആണവായുധം നിർമ്മിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർ ഓപ്പറേഷൻ ഓപ്പറ എന്നാണ് അതിന് പറയുക.
അവര് പിന്നെ എല്ലാ റഡാർ സംവിധാനങ്ങളൊക്കെ കബളിപ്പിച്ചുകൊണ്ട് അവർ പ്ലാൻഡ് ആയിട്ട് ആ റിയാക്ടർ മൊത്തം ബോംബിട്ട് കളഞ്ഞു. അതുകൊണ്ടാണ് ഇറാഖിനെ അവർക്ക് നശിപ്പിക്കാൻ പറ്റിയത്. ഇറാഖിന്റെ കയ്യിൽ ആണവായുധം അന്ന് കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് സെൻട്രൽ വെസ്റ്റ് ഏഷ്യയുടെ പൊളിറ്റിക്സ് തന്നെ മാറുകയായിരുന്നു. അത് ഇറാഖ് അവർ മൊത്തം എന്ന് വെച്ചാൽ അവർക്ക് നേരിട്ട് എയർ സ്പേസ് ഇല്ല ഇവരുമായിട്ട്, എയർ ബോർഡർ ഇല്ല ഇവർക്ക് അവരുമായിട്ട് ഇസ്രായേലായിട്ട്. ഇവർ ജോർദാൻ വഴി സൗദി അറേബ്യ വഴി അവരുടെ എയർ ട്രാഫിക് കൺട്രോളിനെ പറ്റിച്ചുകൊണ്ട് വന്നിട്ടാണ് ബോംബിട്ട് പോയത്. അത് ഒരുപാട് കാലത്തെ പ്ലാനിങ്ങോട് കൂടിയിട്ട്. അപ്പം എന്താണ് കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്നത് പോലെ ഈ പിന്നെ കാശ്മീരിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ നിന്ന് നീതി കിട്ടില്ല എന്നുള്ള ഒരു ഫീലാണ്. കോൺഗ്രസ് ഗവൺമെന്റുകൾക്ക് വലിയൊരു പങ്കുണ്ട്. കാരണം അവർ ആദ്യകാലത്ത് നെഹ്റു വലിയ ആവേശം കാണിച്ചെങ്കിലും പലപ്പോഴും കാശ്മീരിന് കൊടുത്തിരുന്ന ഗ്രാൻഡൊക്കെ വളരെ കുറവായിരുന്നു മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ചിട്ട്. മാത്രമല്ല അവിടെ കോൺഗ്രസ് അധികാരം പിടിക്കാൻ വേണ്ടി അവിടെ ഈ പറയുന്ന ഇലക്ഷൻ റിഗ് ചെയ്യുന്ന അവസ്ഥ ഉണ്ടായി. അതോട് കൂടിയിട്ടാണ്. പക്ഷേ ഇതിന്റെ അവസ്ഥ ഇപ്പം നാട്ടുകാർക്ക് മനസ്സിലായി, ഇതൊക്കെ ആണെങ്കിൽ ഇന്ത്യയാണ് സേഫ്, ഇന്ത്യയാണ് ഭേദം. കാരണം പാക് അധിനിവേശിച്ച കാശ്മീരിൽ അവർ കണ്ടുകൊണ്ടിരിക്കുക. ആ രാജ്യത്തിന്റെ ഭാഗമാണോ എന്ന് ചോദിച്ചാൽ ഭാഗമാണ്, അല്ലേ എന്ന് ചോദിച്ചാൽ അല്ല, പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക. അവിടെ റിസോഴ്സസ് ഒക്കെ അവർ ചൂഷണം ചെയ്യുന്നു, തിരിച്ചൊന്നും അവർക്ക് കൊടുക്കുന്നില്ല. അപ്പം ഭയങ്കര കഷ്ടപ്പാടാണ്. അത് കാണുമ്പോൾ അവിടെ ഈ 40% ഇതിനോട് താല്പര്യമുള്ള ആളുകൾ പോലും ഇപ്പൊ ഇന്ത്യനായി ചിന്തിച്ചു തുടങ്ങി. അതിലൊന്നാണ് ഷെഹ്ല റഷീദ്. അവിടെ JNUവിൽ ആന്റി തുക്കടെ മുദ്രാവാക്യമൊക്കെ വിളിച്ച ആളുകളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അവർ വിളിച്ചിട്ടില്ല എന്ന് അവർ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ പോയതാണ്. അവരിപ്പം ഭയങ്കര മോഡിഫാനും ഒരു കോളേജിൽ യൂണിവേഴ്സിറ്റിയിൽ അവർ പ്രോത്സാഹിക്കുന്നത്. അവിടെ IAS കിട്ടിയൊരു പയ്യൻ ഉണ്ടായിരുന്നു. അവന് ഈ ഇന്ത്യക്കാരെ പിന്നെ വിവേചനം കാണിക്കുന്ന IAS നിന്ന് രാജിവെച്ചു. ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി, ഷെഹ്ല റഷീദ് ഉണ്ടായിരുന്നു. ആ രാഷ്ട്രീയ പാർട്ടിയൊക്കെ ഒരു വൈക്കായി. അവനിപ്പം തിരിച്ച് സിവിൽ സർവീസ് കയറിയെന്ന് തോന്നുന്നു. അപ്പൊ അവിടെ അങ്ങനെ പൊതുവെ ഒരു ഇന്ത്യൻ ആറ്റിറ്റ്യൂഡ് വളർന്നു വരുന്നുണ്ട്. അപ്പൊ ഇന്ത്യ മതി ആ ഒരു സാഹചര്യത്തിൽ പിന്നെ അമിത്ഷായുടെ ബുദ്ധി കൂടി വരുമ്പോൾ കാര്യങ്ങൾ എളുപ്പമാണെന്ന് തോന്നുന്നു. ഇതിനകത്ത് ഈ സൈന്യത്തിനും പോലീസിനും പെട്ടെന്ന് എത്തിപ്പെടാൻ കഴിയാത്ത ഒരുപാട് മേഖലകളുണ്ട്. അപ്പൊ അവിടേക്ക് ഉപഗ്രഹങ്ങൾ സിഗ്നൽ കിട്ടാത്ത ചരിവുകളിൽ കിട്ടില്ല. ഉപഗ്രഹങ്ങൾ കണ്ടുപിടാത്ത സ്ഥലങ്ങളുണ്ട്. മലഞ്ചരിവുകൾ പലപ്പോഴും റേഞ്ച് കിട്ടാറില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉപഗ്രഹങ്ങൾക്ക് അവിടെ റീച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളുള്ളതാണ്. അപ്പൊ അവിടെ നമുക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ള കൗണ്ടർ ഇൻസർജൻസി നടത്തണമെങ്കിൽ ഈ പറയുന്ന ലോക്കൽ സപ്പോർട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് അതിൽ പൈസ മാത്രം കൊടുത്തോണ്ട് കാര്യമില്ല, അവരെ വിശ്വാസം ആർജിക്കാൻ പറ്റണം. മുമ്പുണ്ടായിരുന്ന പൈസ കൊടുക്കുമായിരുന്നു, അത് വിശ്വാസം ആർജിച്ചില്ല. അതിന് അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റണം. അല്ലെങ്കിൽ എന്ത് ചെയ്യും, മറ്റന്മാരെ തലയ്ക്ക് തോക്ക് ഒരുത്തം വന്നാൽ മതിയല്ലോ. ഒരു ഗ്രാമത്തിൽ ഒരു AK-47 ആയിട്ട് ഒരുത്തം മതിയല്ലോ. അപ്പൊ എന്ത് ചെയ്യും, അവർക്ക് വിവരങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള കാര്യം ഇപ്പം മേജർ രവി ഒക്കെ അതേപറ്റി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ പറഞ്ഞ അവിടുത്തെ ആളുകളുടെ ഒരു വല്ലാത്തൊരു കഷ്ടപ്പാട്. ഇപ്പത്തെ നമ്മുടെ സൈന്യം, അപ്പത്തെ അവരുടെ സൈന്യം, ഈ രണ്ട് തോക്കുകൾക്കിടയിലാണ് ജനങ്ങൾ ജീവിക്കുന്നത്. അപ്പൊ എന്ന് വെച്ചാൽ അത് സൈന്യത്തെ സംബന്ധിച്ച് സൈന്യത്തിന് അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, അതനുസരിച്ച് സൈന്യം ചെയ്യുള്ളൂ. പക്ഷെ മറ്റവന്മാർക്ക് ഒരു റെഗുലേഷനും ഇല്ലല്ലോ. തോന്നിയ പോലെ ആരെയും വെടിവെച്ചു പോലും. ഇതിന് ഇന്ത്യൻ സൈന്യത്തിന്റെ തലയിലുള്ളൂ. എന്നിട്ട് അവിടെ സ്ത്രീകൾ ഇന്ത്യൻ സൈന്യം റേപ്പ് ചെയ്തെന്നോ, എന്നിട്ട് അവിടെ കലാമുണ്ടാക്കും, ജനങ്ങളെ ഇന്ത്യക്കെതിരാക്കി മാറ്റും. ഇതൊക്കെയാണ് അവന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പാകിസ്ഥാൻ സാമ്പത്തികമായി തകരുകയും ഈ പാക് അധിനിവേശ കാശ്മീരിൽ പ്രശ്നങ്ങൾ രൂക്ഷമാകുകയും ചെയ്തതോടുകൂടി ഇപ്പൊ അവിടെ ഇന്ത്യക്ക് അനുകൂലമായിട്ട് ഒരു തരംഗം ഉണ്ട് അവിടെ. പിന്നെ അവിടെ ഇപ്പൊ സമാധാനത്തിന്റെ അന്തരീക്ഷമുണ്ട്. കുറെ കാലം വലിയ ഇടയ്ക്ക് പാകിസ്ഥാനികൾ 1-2 പേര് വന്ന് വെടിവെച്ച് എന്നൊക്കെ പറയുന്നത് അതെവിടെയും നടക്കാം, കേരളത്തിൽ നടക്കാം. ഇവിടെ മറ്റേ ഇവരെ കൺവെൻഷൻ നടക്കുമ്പോൾ ഏതോടത്ത് ഭ്രാന്തം പോയിട്ട് മറ്റേ സെവന്ത് ഡേ അഡ്വഞ്ചേഴ്സോ യഹോവ സാക്ഷിയോ അതെവിടെയും നടക്കാം. അതല്ലാതെ ഇപ്പം ആന്റി ഇന്ത്യനിസം വളരെ കുറഞ്ഞിട്ടുണ്ട് അവിടെ. ഇത് അനുകൂലമായ സാഹചര്യമാണ്. എനിക്കൊന്ന് അവിടുത്തെ ജീവിത സാഹചര്യമൊക്കെ മെച്ചപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും അതല്ലേ ആഗ്രഹിക്കുക. അല്ലെങ്കിൽ ഇപ്പൊ ഇസ്ലാമിന് വേണ്ടി വഹിക്കാൻ തന്നെ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങൾ സമാധാനം വേണം, അതില്ലല്ലോ. അപ്പൊ അതിനേക്കാളും നല്ല ഈ ഹിന്ദു ഭൂരിപക്ഷ പ്രദേശത്ത് ജീവിക്കുന്നതല്ല, സമാധാനമെങ്കിലും കിട്ടും. അത് നാട്ടുകാർക്ക് അറിഞ്ഞുകൂടായിട്ടല്ല, പക്ഷെ അവരെ കൊണ്ട് അങ്ങനെ ചിന്തിപ്പിച്ചു. അതിൽ നെഹ്റുവിന് ശേഷം അവസാനത്തെ കോൺഗ്രസ് ഗവൺമെന്റിന്, രാജീവ് ഗാന്ധി ഗവൺമെന്റ് കാലഘട്ടത്തിലൊക്കെ രാജീവ് ഗാന്ധി കുറച്ചുകൂടി അഗ്രസീവ് ആയിരുന്നു, സൈലന്റ്ലി അഗ്രസീവ് ആയിരുന്നു. അതാണ് ആ ഇലക്ഷൻ റിഗ് ചെയ്ത പ്രശ്നം ഉണ്ടായത്. ആ ഇലക്ഷൻ റിഗ് ചെയ്യാൻ വേണ്ടി ഇവന്മാർ കാത്തിരിക്കുകയായിരുന്നു പാകിസ്ഥാനികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കാരണം കിട്ടേണ്ടിയിരുന്നു, ആളുകൾ ബോധ്യപ്പെടുത്തി. അങ്ങനെയാണ് ആ പ്രശ്നം ആയത്. പിന്നെ രാജീവ് ഗാന്ധിക്ക് ശേഷം വന്നവന്മാർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ നേരെ തക്കൊക്കെ പിൻവലിച്ചു. അതാണ് നമ്മൾ 30 വർഷമായിട്ട് അനുഭവിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഇപ്പം തിരിച്ചടിഞ്ഞു. ഡോവലിനെ മാറ്റി നിർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഡോവലിനെ എങ്ങനെ ഒരു മൂക്കയാർ ഇട്ടുകൊണ്ട് വെച്ചിരിക്കുന്നു. അപ്പൊ മോഡി എന്ത് ചെയ്താൽ മൂക്കയാർ അങ്ങ് മാറ്റി, അപ്പൊ അവിടെ പൊട്ടുന്നു. ഇത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് അവിടെ സമാധാനം
ശാന്തിയും ഒക്കെ അല്ല ഉണ്ടാകും. മറ്റുള്ളവർക്ക് സമാധാനക്കേട് വരുത്തുന്ന ആളുകൾക്ക് സമാധാനത്തിന് അത്രത്തവണ അവർക്ക് സമാധാനം ഉണ്ടാവും നിങ്ങൾ കരുതുന്നുണ്ടോ? ഇല്ലല്ലോ. മറ്റുള്ളവർക്ക് സമാധാനക്കേട് വരുത്തുന്നുള്ള പാകിസ്ഥാന്റെ ഉദ്ദേശം. സ്വാഭാവികമായിട്ട് അവർക്ക് സമാധാനം ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഇവിടെ അവർ ശ്രദ്ധിക്കും, അവിടെ അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. ഉം. ഇന്ത്യക്ക് ഒരുവിധം കൺട്രോൾ ചെയ്യുമ്പോൾ നമ്മൾ എവിടെയും പോയി അലമ്പുണ്ടാക്കുന്നില്ല. ഇപ്പോൾ രക്ഷയില്ലാത്തതുകൊണ്ട് വയസ്സാലൊക്കെ ഇതിലെ കളിക്കുന്നത്. ഈ പാകിസ്ഥാൻ അവരുടെ സോഴ്സ് മൊത്തം റിസോഴ്സ് ഇന്ത്യക്കെതിരെ ഉപയോഗിക്കുമ്പോൾ അവരുടെ മേഖലയിൽ വികസനം എത്തുന്നില്ല, വേണ്ട ഇന്റലിജൻസ് ഗാദറിങ് നടക്കുന്നില്ല, പോലീസിങ് നടക്കുന്നില്ല, കാര്യങ്ങളുണ്ട്. പിന്നെ അവർക്ക് സമാധാനം ഉണ്ടാവും. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.